ദൈവത്തിരുനാമം മഹത്വപ്പെടുത്തട്ടെ. ഈ അൾത്താരയിലൊരു അൾത്താര സാക്ഷിയാക്കി എന്നെ ഓർത്തതിൽ അമ്മയോട് നന്ദി പറയുന്നു. എൻ്റെ പേര് സോജോ മാത്യു, മാന്നാറിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 9 വർഷമായി ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ റേഡിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ഉടമ്പടിയിലേക്ക് എനിക്ക് വരാൻ സാധിച്ചത് എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ ജിജി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഉടമ്പടി പത്രം തരികയും അതിലൂടെ ഞാൻ കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ഉടമ്പടി എന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയും അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഞാൻ എല്ലാവരെയും പോലെ തന്നെ ഒരു ജോലിക്കായിട്ടാണ്, വിദേശത്ത് ഒരു ജോലിക്കായിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. പുറത്തേക്കൊരു ജോലിയാണ് എൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ നവംബർ 5-ാം തീയതി ആണ് ഞാൻ 2023 നവംബർ 5-നാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു, തിരിച്ച് വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം മോർണിംഗ് 5:30 ആയപ്പോൾ എണ്ണീറ്റ് പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. അത് കണ്ടിന്യൂ ഇന്ന് വരെ ഞാനത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അന്ന് വൈകിട്ട് എൻ്റെ ഫാദർ ജോലി കഴിഞ്ഞ് വന്ന് കിടക്കുകയായിരുന്നു. ഞാനപ്പോൾ ഈ ഉടമ്പടി തൈലവും ഉപ്പും എൻ്റെ കയ്യിലുണ്ട്. അത് എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, എൻ്റെ ഫാദറിൻ്റെ മുട്ടയെ കുത്തി വിശ്വാസ പ്രമാണം ചൊല്ലി അപ്പൻ്റെ കാലെ ഞാൻ കുരിശിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അപ്പൻ്റെ കാലിൽ അത് ഭയങ്കരമായ വേദനയാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുമായിരുന്നു. ഞാൻ ജസ്റ്റ് തേച്ചു റൂമിൻ്റെ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അപ്പൻ എന്നോട് പറഞ്ഞു, എടാ എൻ്റെ കാലിന് വേദന മാറി. അവിടെ നിന്നാണ് എൻ്റെ ഈ വിശ്വാസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ജോലിക്കായിട്ടാണ് വന്ന് കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന വിദേശത്തേക്ക് ഒരു ജോലി. അത് എനിക്ക് ഈ ഉടമ്പടി എടുത്ത് 3 മാസത്തിൻ്റെ അകത്താണ് എൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോസസ്സും നടന്നത്. ഞാൻ നാളെ വൈകിട്ട് രാത്രി 9:45 കൊച്ചിയിൽ നിന്ന് കുവൈറ്റ് ഒരു മിനിസ്ട്രിയിൽ എനിക്കൊരു ജോലി കിട്ടി. അതിൽ ഇടയ്ക്ക് ഒത്തിരി പ്രയാസങ്ങൾ വന്നു. എല്ലാ പ്രയാസത്തിനും ഈ 3 മാസത്തിൻ്റെ എനിക്ക് ജോലിക്കിടയ്ക്ക് പല തടസ്സങ്ങളും കാര്യങ്ങളും വന്നു. ഈ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവുമാണ്, ഈ കാശുരൂപമാണ് എൻ്റെ ശക്തി. അത് പിടിച്ചാണ് എൻ്റെ മുന്നോട്ട് ഉള്ള ഈ 3 മാസവും ഞാൻ പോയത്. പിന്നെ പറയാനുള്ള എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തത്, ഇവിടുന്ന് പത്രം കിട്ടുന്ന ഡൽഹി പള്ളികളിൽ കൊണ്ടു കൊടുത്തു. അവിടെ മാർക്കറ്റുകൾ ഹിന്ദിക്കാർക്കും മലയാളികൾക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഓർഫണേജ് 65 പേര് അടങ്ങുന്ന ഒരു അന്തേവാസികളുള്ള ഓർഫണേജ് ഫുഡ് കൊടുക്കാൻ സാധിച്ചു. പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യമായിട്ട് എനിക്ക് ഒത്തിരി വളരുവാൻ സാധിച്ചു. അതാണ് ഏറ്റവും വലിയ എൻ്റെ സന്തോഷം. ഞാൻ അങ്ങനെ പള്ളിയിൽ വല്ലപ്പോഴും ഒക്കെ പള്ളിയിൽ പോവും. കുമ്പസാരം എന്ന് വെച്ചാൽ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിൻ്റെ മുമ്പ് വന്നു 4 വർഷം കഴിഞ്ഞ 4 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ വന്ന് കുമ്പസാരിച്ചത്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു. പള്ളി പോക്ക് ഞായറാഴ്ച ആയാലും, ഞാനൊരു യാക്കോബ വിശ്വാസിയാണ്. ഞങ്ങൾക്ക് ഞായറാഴ്ചയാണ് കുർബാന ഉള്ളത്. ഇടയ്ക്ക് ദിവസങ്ങളിലും ഞാൻ പള്ളിയിൽ പോയി, കത്തോലിക്കളുടെ പള്ളി എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുണ്ട്. അത് എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് കൂടുതൽ, ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് 1 മണിക്കൂർ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചോദിക്കും, എനിക്ക് പള്ളിയിൽ പോയി കുർബാന അറ്റൻഡ് ചെയ്യണം. അവരെന്നോട് പറയും, പോയിക്കോ. ജസ്റ്റ് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വരെ പോയി എനിക്ക് കുർബാന അറ്റൻഡ് പോയി. അതുപോലെ എനിക്ക് സ്പിരിറ്റ് കയറി ഈ വിശ്വാസത്തിൽ വന്നത് മൂലം. പിന്നെ ഈ ഫാദർ ജോസഫ് അച്ഛനെ എനിക്ക് അമ്മയുടെ ഇതുപോലെ 2 പ്രാവശ്യം സ്വപ്നത്തിൽ വെളിപ്പാടുണ്ടായി. ഞാൻ ഈ ജോലി കാര്യം സ്റ്റാർട്ട് ചെയ്തു, പ്രോസസ്സുകൾ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് കുറേ ബ്ലോക്കുകളൊക്കെ വന്നപ്പം ഞാൻ കട്ടിലെ രാത്രി കിടന്ന് പൊട്ടിക്കരഞ്ഞു, മാതാവേ എൻ്റെ കാര്യങ്ങളൊന്നും എല്ലാം കഴിഞ്ഞ 9 വർഷമായിട്ട് എല്ലാം ബ്ലോക്കാണ്. ഉടമ്പടി എടുത്തിട്ടും എന്താണ് ബ്ലോക്ക് വരുന്നു എനിക്കറിയില്ല. ഞാൻ അവിടെ കിടന്നു കരഞ്ഞു. പിറ്റേ ദിവസം രാത്രിയിൽ സ്വപ്നത്തിൽ എനിക്ക് ആദ്യത്തെ സ്വപ്നം എൻ്റെ ഇതായിരുന്നു. ഫാദർ ജോസഫ് അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന എൻ്റെ ഷോൾഡറിൽ തട്ടി പറഞ്ഞിരുന്നു, മോനെ നീ എന്തിനാണ് വിഷമിക്കുന്നത്, നിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരുമെന്ന്. അന്ന് എനിക്ക് വിശ്വാസം പിന്നെയും വർദ്ധിക്കാൻ ഇടയായി. രണ്ടാമത്തെ ഒരു സാക്ഷ്യം, ഇവിടെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ജോസഫ് അച്ഛൻ എന്നെ കൈയാട്ടി വിളിച്ചു, ഒരു റൂമിലോട്ട് കയറ്റി ഒരു വലിയൊരു സ്ക്രീൻ എന്നെ കാണിച്ചിട്ട് അതിനകത്തൊരു ഗ്രാഫ്, ഒരു പച്ച കളറുള്ള ഗ്രാഫ് കാണിച്ചിട്ട് പറഞ്ഞു, അമ്മ ലൈനിലുണ്ട് മോനെ, നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ ചോദിച്ചു ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഒരു ജോലിയും എൻ്റെ മാതാപിതാക്കളുടെ രോഗങ്ങൾ മാറ്റി തരണമെന്ന് ഞാൻ പറഞ്ഞു. അച്ഛൻ എന്നോട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇത്രയുള്ള കാര്യം എല്ലാം അമ്മ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അതിലൂടെ എൻ്റെ വിശ്വാസങ്ങൾ ഒത്തിരി എനിക്ക് വർദ്ധിക്കാൻ ഇടയായി. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അമ്മച്ചി വയ്യാതെ 2 വർഷമായിട്ട് കിടപ്പിലായിരുന്നു. ബെഡ്സോറായിട്ട്. ഈ കേരളത്തിലെ ചൂട് എല്ലാവർക്കും അറിയാമല്ലോ. ആ ചൂടും പിടിച്ച് ബെഡ്സോറായി കിടക്കുന്നത് ഭയങ്കര ഒരു ദുരിതം പിടിച്ച അവസ്ഥയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് അമ്മച്ചി കിടക്കുകയായിരുന്നു.
ഞാൻ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ 10 ദിവസത്തിന് ലീവിന് വരുമ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈലവും ഉപ്പും എടുത്ത് അമ്മച്ചിക്ക് കൊടുക്കും. ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അമ്മച്ചിക്ക് കൊടുക്കും. അമ്മച്ചിയുടെ ഈ വേദനയിൽ നിന്നും അമ്മച്ചിക്കൊരു മുക്തി നേടാൻ അത് കഴിഞ്ഞ സൺഡേ അമ്മച്ചി ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി. അത് എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു. കാരണം 2 വർഷമായിട്ട് കിടക്കുവാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ആ വെള്ളം കൊടുക്കുമ്പോൾ ഉടമ്പടി ഉപ്പും എല്ലാം കൊടുക്കുമ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അതുപോലെ ഒരു സിറ്റുവേഷനിലായിരുന്നു അമ്മച്ചി. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ വിഷം ഒരു കൊച്ചുമക്കളും ആഗ്രഹിക്കത്തില്ല അമ്മച്ചി നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി. ആ കിടപ്പ് കണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മച്ചിക്ക് ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലം യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അമ്മച്ചി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എന്നോട് പറയും, മോനെ നീങ്ങി വാടാ, എനിക്ക് ഇച്ചിരി ഉപ്പെടുത്ത് എനിക്ക് താ, എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞ സൺഡേ അമ്മച്ചി ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി. ഇത്രയും നന്ദി അർപ്പിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും നന്ദി. ഒരായിരം